നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാമത്തെ വാക്യം. The Gospel according to Saint Matthew chapter 19 verse 6. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. So they are no longer two but one flesh. Therefore what God has joined together let no one separate. Is marriage a social contract or a sacrament? In a same-sex marriage വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡിവോഴ്സുമെല്ലാം നടക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് നാം ഈ ചോദ്യം ചോദിച്ചു പോകും. ഈസ് ഇറ്റ് എ സോഷ്യൽ കോൺട്രാക്ട് ഓർ എ സാക്രമെൻറ്റ്? സഭയായി നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ വിവാഹ ജീവിതം ഒരു കൂദാശയാണ് എന്നതത്രേ. എന്ന് പറഞ്ഞാൽ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന ശിരസ ഏറ്റുവാങ്ങി ആയുസ്സ് പര്യന്തം അത് പാലിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു കൂദാശയാണ്, ജീവിത ഭാഗമാണ് വിശുദ്ധ വിവാഹം എന്ന് പറയുന്നത്. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ ഓരോരുത്തരും ധരിക്കുന്നതായിട്ടുള്ള വിവാഹ മോതിരം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വാഴ്ത്തപ്പെടുന്നതും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും എല്ലായ്പ്പോഴും ജീവിതത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നൽകപ്പെടുന്നതുമായിട്ടുള്ള ഒന്നാണ്. So the wedding ring always reminds us that God is with us. ദൈവം നമ്മോട് കൂടി ഉണ്ട് എന്ന്. വിവാഹ ജീവിതം എല്ലായ്പ്പോഴും ദൈവ കേന്ദ്രീകൃതമായിരിക്കേണ്ട ഒന്നാണ്. ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന് ഇഷ്ടം മനസ്സിലാക്കി ദൈവഹിത പ്രകാരം ഈ ലോകത്തിൽ ജീവിപ്പാൻ ഓരോ ദിവസവും ഇടയായിത്തീരുന്നതായുള്ള ഒന്നാണ് വിശുദ്ധ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതായുള്ള ഒരു ഭാഗമാണ് വരൻ്റെയും വധുവിൻ്റെയും കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ച് വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുക എന്നത്. അതിൻ്റെ പ്രാധാന്യം അറിയാത്തതായുള്ള ചില ആളുകൾ അതിനിടയ്ക്ക് കുരിശ് വരയ്ക്കാനായിട്ടും മറ്റും കൈ അങ്ങ് വിടുന്നത് കാണാറുണ്ട്. പാടില്ല. ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നത് സിംബലൈസ് ചെയ്യുന്നതായിട്ടുള്ള കൂദാശയുടെ ഭാഗമാണ് ഏവൻഗേലിയോൻ വായിക്കുന്നതായുള്ള അവസരത്തിൽ അവൻ്റെ കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ച് ഏവൻഗേലിയോൻ വായിച്ച് കേൾപ്പിക്കുന്നത്. ദൈവഹിത പ്രകാരമാണ് ഓരോ വിവാഹ ജീവിതവും ഈ ലോകത്തിൽ നയിക്കുന്നത് എന്ന് നാം ശരിയായി മനസ്സിലാക്കുന്നതായുള്ളൊരു രംഗവും കൂടിയാണത്. മരണം കഴിഞ്ഞാൽ പിന്നെ വിവാഹ ജീവിതം ഇല്ല എന്ന വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവഹിത പ്രകാരം ദൈവം നമ്മെ കൂട്ടിച്ചേർക്കുകയാണ് വിശുദ്ധ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപകളും അനുഗ്രഹങ്ങളും എല്ലായ്പ്പോഴും നമ്മളോട് കൂടി ഉണ്ട് എന്നുള്ള വാഗ്ദത്തമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. And the one who has promised is trustworthy. We can always depend on him. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറയുന്നതായുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ വിവാഹ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സാധ്യമായിട്ട് തീരുന്നുണ്ട്. വരനും വധുവും രണ്ടാളുകളായിട്ടാണ് ദേവാലയത്തിലേക്ക് ചേർന്ന് വരുന്നത്. ദൈവം അവരെ വിളിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കയറി വരുന്നതിനായിട്ടാണ് കർട്ടൻ മാറ്റുന്നത്. തിരുമേനിയുണ്ടോ ഇല്ലയോ നോക്കാനായിട്ടല്ല. ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഓൾട്ടറിൻ്റെ മധ്യത്തിൽ, ത്രോണോസിൻ്റെ മധ്യത്തിൽ വെച്ചിരിക്കുന്നതായുള്ള കുരിശിന് അഭിമുഖമായി ദേവാലയത്തെ പ്രവേശിക്കുന്നതായുള്ള ആളുകൾ. അതിനുശേഷമാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വിവാഹിതരാകുവാൻ സമ്മതമുണ്ടോ എന്നത്. എനിക്ക് സമ്മതമാണ് എന്ന് എഴുതി ഒപ്പിടുന്നതായിട്ടുള്ള അവസരമാണ് തുടർന്നുള്ളതായിട്ടുള്ള നിമിഷങ്ങൾ. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നമ്മോട് കൂടി എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ അതൊരു കവനൻ്റാണ്, ഒരു ഉഭയസമ്മതമാണ്. ദൈവം നമുക്ക് നൽകിത്തരുന്നതായുള്ളൊരു ഉഭയസമ്മതം.
ദൈവവും സഭയുമായുള്ള ബന്ധത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിലൂടെ എപ്രകാരം ദൈവം സഭയെ സ്നേഹിച്ചു, അപ്രകാരം ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കേണ്ടതാകുന്നു എന്നെ ഓർമ്മപ്പെടുത്തുന്നതായുള്ള അവസരമത്രേ വിശുദ്ധ വിവാഹത്തിൻ്റെതായുള്ള ശുശ്രൂഷ. വിശുദ്ധ വിവാഹം എന്ന് പറയുന്ന സ്ഥാനത്ത് രണ്ടാളുകൾ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് വരുന്നതായുള്ള അവസരമാണെങ്കിലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, യു ആർ ലീവിങ് യുവർ ഫാദർ ആൻഡ് മദർ. ദൈവം ദാനമായി നൽകിയതായ കുഞ്ഞിനെ ശൈശവ പ്രായം മുതൽ വളർത്തിക്കൊണ്ട് വന്നതായുള്ള മാതാപിതാക്കളെ വിട്ടുവരികയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഓൾസോ. അങ്ങനെ വിട്ടുപിരിഞ്ഞ് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറ്റിച്ചേരും എന്നാണ് പറയുന്നത്. 2 ലോഹ കഷ്ണങ്ങൾ എങ്ങനെയാണ് മെൽറ്റ് ചെയ്ത് ഒന്നാക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നത്, അപ്രകാരം ഒന്നായി തീരുവാനായിട്ടുള്ള ദൈവിക കൽപ്പന അനുഭവിക്കുന്നതായുള്ള അവസരമാണ് വിവാഹത്തിന് ജീവിതം എന്ന് പറയുന്നത്. 3-ാമതായിട്ട് അപ്രകാരം പറ്റിച്ചേരുന്നതായുള്ള ആളുകൾ ഈ ദേവാലയത്തിൽ വെച്ച് അവരുടെ പഴയകാല ജീവിതത്തേക്ക് അങ്ങ് വിടുകയാണ്. പഴയ ജീവിത രീതികൾ, അഭിമുഖങ്ങൾ, അഭിപ്രായങ്ങൾ ഇതെല്ലാം ഇവിടെ വിട്ടിട്ട് പോവുകയാണ്. കർത്താവ് എന്ത് പറയുന്നു എന്നത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം ആരാഞ്ഞറിഞ്ഞ് ജീവിക്കുന്നതായുള്ള അനുഭവമാണ്. നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അവർക്ക് വേദപുസ്തകത്തിന് ഒരു കോപ്പി നൽകാറുണ്ട്. അവർക്കാർക്കും വേദപുസ്തകം ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെയോ നിങ്ങൾ ഒരുമിച്ച് വേദപുസ്തകം വായിക്കണമെന്നും അങ്ങനെ വായിക്കുമ്പോൾ ദൈവസ്ഥനിൽ ധ്യാനിക്കണമെന്നും ധ്യാനിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നുവോ അത് സ്വീകരിക്കണമെന്നും അങ്ങനെ നിങ്ങൾ പുതുതാക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നതായുള്ള അവസരമാണ്. അതുകൊണ്ട് വിവാഹ ജീവിതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നവ്യങ്ങളായിട്ട് തീരുന്ന പുതുതാക്കപ്പെടുന്നതായുള്ള അനുഭവത്തിൻ്റേതായുള്ള സാഹചര്യമാണ്. ഇതിന് വിശുദ്ധ തൃത്വമാണ് നമുക്കൊരു മോഡലായിരിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ 3 വ്യക്തികൾ ആളത്വമുള്ളതായുള്ള വിശുദ്ധ തൃത്വം. അതിൽ ആരെങ്കിലും ഒരാൾ പ്രവർത്തിക്കുന്നതായുള്ള അവസരത്തിൽ, ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ് എന്ന് വിചാരിച്ചു പിതാവും പുത്രനും മാറി നിൽക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനായിട്ട്. ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു മോഡലായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത്, പിതാവിനും ഭാര്യ അമ്മയ്ക്കും കൂടെ ഒരുമിച്ച് എല്ലാ മക്കളെ പ്രബോധിപ്പിക്കുവാൻ കഴിയുന്നു. ആരെങ്കിലും ഒരാൾ പ്രബോധിപ്പിക്കണം, മറ്റേ ആളത് കേട്ടുകൊണ്ട് നിൽക്കണം. ആ പ്രബോധനത്തിൻ്റേതായുള്ള സാഹചര്യം, സാവകാശം നൽകിക്കൊടുക്കുന്നതിനായിട്ട് ശ്രമിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ കാണിക്കുവാനായിട്ടുള്ളതല്ല. അഭിപ്രായ വ്യത്യാസം ദൈവത്തിൻ്റെ സന്നിധിയിൽ രമ്യപ്പെടുവാനായിട്ടുള്ളതാണ്. ഒരേ അഭിപ്രായത്തിൽ വരേണ്ടതായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നതിനായിട്ട് സാധിക്കും, മാതാവിനും പിതാവിനും തമ്മിൽ സംസാരിക്കുന്നതിനായിട്ട് സാധിക്കും. അങ്ങനെ സംസാരിക്കുന്ന നല്ല നിമിഷങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ രമ്യപ്പെടുന്നതായുള്ള സാഹചര്യമുണ്ട്, ഒരേ അഭിപ്രായത്തിലേക്ക് വരുന്നതായുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഒരേ അഭിപ്രായത്തിലേക്ക് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു രംഗമാകുന്ന വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലും കാണപ്പെടുന്നത് എന്നത് ഓർക്കേണ്ടതാണ്. ദൈവം നമുക്ക് വിഭിന്നങ്ങളായുള്ള താലന്തുകളൊക്കെ നൽകിയിട്ടുണ്ട്, കഴിവുകളൊക്കെ നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ താലന്തുകളെല്ലാം ഒരുമിച്ച് വിനിയോഗിക്കുവാനായിട്ടുള്ളതാണ്. അതുകൊണ്ടൊരു പാരസ്പരികത വിവാഹ ബന്ധത്തിൽ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ഭർത്താവിന് ഭാര്യയെ ഉൾക്കൊള്ളുവാനായിട്ടിടയാവുന്നത്? എങ്ങനെയാണ് ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്? പലപ്പോഴും അമ്മമാരെ മക്കളോട് പറയാറുണ്ട്, ഞാൻ അപ്പനോട് ചോദിച്ചതിന് ശേഷം പറയാം. നല്ലതാണ്, അങ്ങനെ പറയണം. 2 പേരും കൂടെ ഒരുമിച്ച് പറയുന്നതായ ഇൻസ്ട്രക്ഷൻ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാനൊക്കെ ഇടയായിട്ട് തീരുന്നത് എപ്പോഴും അഭികാമ്യമായിട്ടുള്ള ഒന്നാകുന്നു. അതുകൊണ്ട് പരസ്പരം സ്വീകരിച്ച്, ബഹുമാനിച്ച്, ആദരിച്ച്, വിധേയപ്പെട്ടൊക്കെ ജീവിക്കുന്നതായുള്ള സാഹചര്യമാണ് ജീവിതത്തിൽ ഉളവാകേണ്ടത്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ബാബു എബ്രഹാം എഴുതിയതായിട്ടുള്ള കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്നുള്ളതായിട്ടുള്ള പുസ്തകം.
ആ പുസ്തകത്തിൽ നന്ദിക്കുന്നേൽ മേരി എന്ന് പറയുന്നതായുള്ള ഈ ബാബു എബ്രഹാമിൻ്റെ ഒക്കെ അമ്മ, 4 മക്കളാണ് അവരുടെ അമ്മ. ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നതായുള്ള അവസരത്തിൽ ഭർത്താവ് മുഴുക്കുടിയനാണ്. മദ്യപിച്ചിട്ട് മാത്രമേ വീട്ടിൽ വരികയുള്ളൂ. രാത്രിയാകും വരുമ്പോഴത്തേക്ക് തന്നെ വരുന്ന അവസ്ഥയിൽ ആദ്യമേ ഭാര്യയുടെ കവിളത്ത് ഒരടി കൊടുത്താണ് തുടങ്ങുന്നത്. ആദ്യത്തെ കുറേ അങ്ങനെ അടികളും വഴക്കുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഈ ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള ആഹാരമൊക്കെ വിളമ്പി വയ്ക്കും. കുറച്ച് വാരി തിന്നതിന് ശേഷം പിന്നെ ഉപ്പില്ല പുളിയില്ല എന്നൊക്കെ പറഞ്ഞ് തട്ടി ദൂരെ കളയും. അവസാനം വഴക്കുണ്ടാക്കി ഭാര്യ വീട്ടിന് പുറത്തേക്ക് പോകും, ഭർത്താവ് വീട്ടിൽ കിടന്ന് മയങ്ങി ഉറങ്ങും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മക്കളെ അടുത്തുള്ളതായുള്ളൊരു ചെറിയ കുറ്റിക്കാട്ടിൽ അവർക്ക് സുരക്ഷിതമായിട്ട് രാത്രി ഉറങ്ങുവാനൊക്കെ വേണം ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ ആക്കുന്നതായുള്ളൊരു അമ്മയാണ് ആ പുസ്തകത്തിലൂടെ കാണാനായിട്ടിടയാവുന്നത്. ഒരു ദിവസം വൈകിട്ട് വന്നതായുള്ള അവസരത്തിൽ ഇതൊന്നും തന്നെ ഇല്ല, അടിയില്ല, വഴക്കില്ല, വാഗ്വാദമില്ല. എന്നാൽ അവിടെ വരുന്നുണ്ട് ശാന്തമായിട്ട് പറയുകയാണ്, ഞാനങ്ങ് മലബാറിന് പോവുകയാണ്, കേരളം വിട്ട് അതിൻ്റെ വടക്കേ ഭാഗത്തേക്ക് പോവുകയാണ്. മലബാറിൽ പോയി അധ്വാനിച്ച് എന്തെങ്കിലും കിട്ടുമ്പോൾ വന്ന് കടമൊക്കെ തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പോകുന്നതായുള്ള മനുഷ്യൻ അദ്ദേഹം തിരികെ വരുന്നതായുള്ള അവസരത്തിൽ വളരെ വികൃതനായിട്ടാണ് വരുന്നത്. തലമുടിയൊക്കെ നീട്ടിയിട്ട് ആരും നോക്കാനില്ലാതെ ഭക്ഷണമൊന്നും കൊടുക്കാനില്ലാതെ വരുന്നതായുള്ളൊരു മനുഷ്യനെ കാണുന്ന ഒരു പേക്കോലം. അങ്ങനെ വന്നതായുള്ള അവസരത്തിൽ ഈ ബാബു എബ്രഹാം അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, നമ്മൾ ഇത്രയും നാൾ അപ്പനില്ലാതെ ജീവിക്കുന്നതിനായിട്ട് ഇടയായിട്ട് തീർന്നുവല്ലോ, ഇന്നിപ്പം വിരൂപനായുള്ള അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതായുള്ള ആവശ്യകതയില്ല. ശ്രദ്ധിക്കണം, ഈ നന്ദിക്കുന്നേൽ മേരി എന്ന് പറയുന്നതായുള്ള ബാബു എബ്രഹാമിൻ്റെ അമ്മ 4 മക്കളെയും കൂട്ടിക്കൊണ്ട് അവരോട് പറയുകയാണ്, മക്കളെ, എനിക്ക് നിങ്ങളെ ഈ 4 മക്കളെയും തന്നത് ഈ അപ്പനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പന് വിരൂപനല്ല, അവൻ ഇപ്പോഴും സൗന്ദര്യമുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ അപ്പനെ സ്വീകരിക്കും, നിങ്ങൾക്ക് മനസ്സൊരുക്കമില്ല എങ്കിൽ പോകാം. വിവാഹ ജീവിതം ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിനകത്ത് യാതൊരു ഡൈല്യൂഷനും പാടില്ല. ദൈവം കൂട്ടിച്ചേർത്തതായിട്ടുള്ള വിവാഹ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിൽക്കുവാൻ്റെ കോണം, മരണത്തോളം ഒരുമിച്ച് നിൽക്കുവാൻ്റെ കോണം ഇടയായി തീരേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. ഷാജി ജോസാർ എഴുതിയതായുള്ള ഒരു പുസ്തകത്തിന് ഒരു ഭാഗത്തെ പറയുന്നുണ്ട്, അവരെ ഭാര്യയും ഭർത്താവും ഒക്കെ ഈ വൈകിട്ട് കുട്ടികളെ കളിപ്പിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള പാർക്കിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പാർക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ 2 പേരെ നോക്കിക്കൊണ്ടിരുന്നതായുള്ള ഒരാൾ പിന്നീട് ഒരാൾ മാത്രം വരുന്നത് കാണുകയുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇന്ത്യയെ ഭർത്താവ് മരിച്ചുപോയോ? ഉടനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കരം മരിക്കുന്നിടം വരെയും എൻ്റെ കയ്യിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ചത്. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ വിവാഹ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതായുള്ള ഒന്നാണ്, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത് യാതൊരു രീതിയിലും. പലപ്പോഴും മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ മക്കളുടെ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. പാടില്ല. അവരെ സ്വതന്ത്രരായിട്ട് ജീവിക്കുന്നതിനായിട്ട് അനുവദിക്കണം. മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനായിട്ടൊക്കെ സാധിക്കും, പറഞ്ഞു കൊടുക്കാനേ സാധിക്കത്തുള്ളൂ. ജീവിക്കേണ്ടത് അവരാണ്. മൂല്യങ്ങൾ അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാനൊക്കെയാണ് അവർക്ക് ഇടയായിട്ട് തീരണം. പങ്കാളിത്തത്തിൽ അവർക്ക് വളർന്നു വരുന്നതിനായിട്ട് സാധിക്കണം. അവർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കഴിവുകൾ അന്യോന്യം വിനിയോഗിച്ച് ദുഃഖത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും ആരോഗ്യമുള്ളപ്പോഴാണെങ്കിലും അസുഖമായിരിക്കുന്നതായുള്ള അവസ്ഥയിലാണ് ഒരുമിച്ച് നിൽക്കുന്നതായുള്ള അനുഭവം കാണുന്നതിനായിട്ടിടയാവണം. നമുക്ക് പ്രയാസമായി തളർന്ന് തന്നെ ജീവിക്കുന്നതായിട്ട് പ്രയാസമാണ് എന്ന് തോന്നുന്നതായിട്ടുള്ള അവസരത്തിലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുന്നതിനുള്ള കഴിവെങ്കിലും നമുക്കുണ്ടാവണം. അപ്രകാരമുള്ള ഒരു താല്പര്യം നമ്മിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള അവസരമാണ് വിവാഹ ജീവിതത്തിൽ എപ്പോഴും കാണപ്പെടുവാനായിട്ട് ഇടയാവേണ്ടത്. നാം പറഞ്ഞതായിട്ടുള്ള ദൈവം നമ്മുടെ പറഞ്ഞതായിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലെ ഓർക്കുന്നതിനായിട്ട് ഈ അവസരം വിനിയോഗിക്കാം. ഒന്ന്, ദൈവമാണ് വിവാഹ ജീവിതത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചത്. ദൈവം വിളിച്ചതുകൊണ്ട് ദേവാലയത്തിലേക്ക് വന്നു. വിശുദ്ധ വിവാഹമാനോ കൂദാശയിലുണ്ട് ദൈവം നമ്മെ വിവാഹിതരാക്കി തീർത്തിരിക്കുന്നു.
അങ്ങനെ ദൈവം വിവാഹിതരാക്കി തീർത്തതായിട്ടുള്ള അവസരത്തിൽ വിശുദ്ധ വചനം നമ്മോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവിനെയും നിങ്ങളുടെ മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചു തരും. ഇനി അവർ രണ്ട് ദേഹമല്ല, ഒരു ദേഹമായിരിക്കും. ആകയാൽ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് കർത്താവ് പറയുന്നതായിട്ടുള്ള ഭാഗം. ജീവിതത്തിൽ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുവാനായിട്ട്, പറ്റിച്ചേരേണ്ടതായുള്ള സാഹചര്യങ്ങൾ എത്ര തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും പറ്റിച്ചേരുന്നതിനായിട്ട്, ഒരുമിച്ച് ജീവിക്കുന്നതിനായിട്ട്, ഞങ്ങളിനി രണ്ടല്ല ഒന്നാണ് എന്ന ദൈവസന്നിധിയിലും സമൂഹത്തിന് മധ്യത്തിലും പറയുന്നതിനായിട്ട് നമുക്കിടയായി തീരുന്ന വിധത്തിൽ ജീവിപ്പാനായിട്ടാകുന്നു നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നത് ഓർക്കാം. അന്യോന്യമുള്ള പങ്കാളിത്തത്തിൽ വളർന്നു വരുന്നതായ ഒരു ബന്ധമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ അധീശത്വമോ ചൂഷണമോ ഉച്ചനീചത്വമോ ഒന്നും തന്നെ ഇല്ല. അന്യോന്യം സ്വീകരിക്കുകയാണ്. ദി അതർ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മൈ ഓൺ ലൈഫ്. ദി അതർ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മൈ ഓൺ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ്, രണ്ടല്ല ഒന്നാണ്. ജീവിതത്തിൻ്റെ തന്നെ തുടർച്ചയാണ് എന്നുള്ള രീതിയിൽ ജീവിത സഖിയെ, പങ്കാളിയെ കാണുവാനൊക്കെ നമുക്ക് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. ഗിവിങ് യുവർ ബെസ്റ്റ് ഫോർ ദ ബെസ്റ്റ് ഓഫ് ദി അതർ ഇസ് ലവ്. എങ്ങനെയാണ് സ്നേഹിപ്പാനായിട്ട് ഇടയാവേണ്ടത്? നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമെന്ന് നീ വിചാരിക്കുന്നത് അത് നിൻ്റെ ജീവിത സഖിക്ക് നൽകുവാനൊക്കെ എപ്പോൾ മനസ്സ് വയ്ക്കുന്നു, അവിടെയാണ് യഥാർത്ഥ സ്നേഹത്തെ കാണുവാനായിട്ടിടയാവുന്നത്. സ്വർഗസ്ഥനായുള്ള പിതാവേ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവറിയിൽ മരിക്കുവാനൊക്കെ വിട്ടതായുള്ള സാഹചര്യത്തിൽ യാതൊരു കലവറയും കൂടാതെ, യാതൊന്നും മാറ്റിവെക്കാതെ ഹി ഡൈഡ് ഓൺ ദ ക്രോസ് ആൻഡ് ഹി ഡൈഡ്. അവിടെ മരിച്ചു, അവിടുന്നാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് മരണത്തിൻ്റേതായിട്ടുള്ള ജീവിത സാഹചര്യത്തെ ആശ്ലേഷിക്കുവാനായിട്ട് അവിടെ നിന്നുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിനായി, പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നതിനായി ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ ഇനി രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്ന കുടുംബങ്ങളായി ജീവിപ്പാൻ എല്ലാ കുടുംബങ്ങൾക്കും, കുടുംബങ്ങളുടെ കുടുംബമായിട്ടുള്ള ഈ ഇടവയ്ക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നീയാകുന്നല്ലോ ഞങ്ങളെല്ലാം വിളിച്ച് വേർതിരിച്ച് ഒരുമിച്ച് ഈ ദേവാലയത്തിൽ നിന്നെ ആരാധിക്കുന്ന മക്കളാക്കി തീർത്തിരിക്കുന്നത്. കുടുംബങ്ങളുടെ കുടുംബമായുള്ള ഇടവയെ ഞങ്ങളുടെ കുടുംബമായി, ഞങ്ങളുടെ ഭവനമായി സ്നേഹിപ്പാൻ്റെ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്നതായുള്ള വിവാഹ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായുള്ള സകലത്തെയും വിട്ട് ജീവിതത്തിൻ്റെ പങ്കാളിയോടെ ചേരേണ്ടതായുള്ള ആവശ്യകതയെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും എന്ന് പറയുന്നതായുള്ള അനുഭവത്തിൽ ഭർത്താവ് അപ്രകാരം തന്നെ, ഭാര്യ അപ്രകാരം തന്നെ ഭർത്താവിനോട് പറ്റിച്ചേരുന്നതായുള്ള അനുഭവത്തിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് വളർന്നു വരുവാനൊക്കെ ഇടയാക്കണമേ. ഒരു പുതുജീവൻ്റെ ഉടമക്കാരായി തീരുവാനാകുന്നു വിവാഹ ജീവിതത്തിലൂടെ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പഴയതെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിൽ പുതുതായി തീരുന്ന അനുഭവത്തിൽ ദിനംതോറും വളർന്നു വരുവാൻ ഇതിനെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.